നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞാൻ ഒരു സുന്ദരമായ സായനം ആശംസിക്കുകയാണ്. ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കുന്ന പ്രേക്ഷകർ ഇന്നത്തെ വാർത്തകളുടെ ഒരു രത്നചുരുക്കം അറിയാൻ ന്യൂസ് 8-നൊപ്പം കൂടുക, നേരം വൈകുന്നേരത്തിനൊപ്പം കൂടുക. നമുക്ക് വിശദമായി വാർത്തകളിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിലാണ് കേരളത്തിലെ അറിയപ്പെടുന്നൊരു നടി ബലാത്സംഗത്തിന് ഇരയായത്. രാജ്യത്ത് തന്നെ ആദ്യമായി രേഖപ്പെടുത്തിയ കൊട്ടേഷൻ ബലാത്സംഗം. 8.5 വർഷത്തിന് ശേഷം കേസിൽ വിധി പ്രഖ്യാപിച്ചിട്ടും നീതി കിട്ടിയില്ലെന്ന വികാരമാണ് ആക്രമിക്കപ്പെട്ട നടിക്ക് ഉണ്ടായിരുന്നത്, അവർക്കൊപ്പമുണ്ടായിരുന്നവർക്ക് ഉള്ളത്. കോടതി മുറിയിൽ നിന്നുൾപ്പെടെ അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടച്ചിട്ട മുറിയിൽ അവൾ എന്തൊക്കെ അനുഭവിച്ചു എന്നത്. ഇനിയും നിയമ പോരാട്ടത്തിന്റെ തയ്യാറെടുപ്പിലുമാണ് നടി അതിജീവിത. അവിടെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിതയെ അപമാനിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് നടക്കുന്നത്. അതിനെതിരെയും പോരാടി വേണം അവൾക്ക് മുന്നോട്ടു പോകാൻ. നിശ്ചയദാർഢ്യത്തോടെ അതിനെയും നേരിടാൻ ഉറപ്പിച്ചിരിക്കുകയാണ് ആക്രമിക്കപ്പെട്ട നടി. മാർട്ടിൻ ആന്റണിയുടെ വീഡിയോയാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. അതിജീവിതയുടെ പരാതിയിൽ പോലീസ് ഉടൻ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള മുന്നോട്ട് പോക്ക്. അതിനോടൊപ്പം തന്നെ അപ്പീൽ നടപടികൾ സർക്കാർ ഊർജിതപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വിശദമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതിയാണ് മാർട്ടിൻ ആന്റണി. ഈ മാർട്ടിൻ ആന്റണിയുടെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിജീവിതയുടെ പേരടക്കം വെളിപ്പെടുത്തുന്ന, അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വീഡിയോയാണ് ഈ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ. കേസിൽ വിധി വന്നതിന് ശേഷമാണ് ഈ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. കേസിന്റെ വിചാരണ കാലയളവിൽ മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയിരുന്നു. അപ്പോൾ ചിത്രീകരിച്ച വീഡിയോയാണ് ഈ രീതിയിൽ പ്രചരിക്കുന്നത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. കേസിൽ അറസ്റ്റിലായ 2ാം പ്രതി മാർട്ടിന് സുപ്രീം കോടതിയാണ് ജാമ്യം നൽകിയിരുന്നത്. കേസിൽ ദിലീപിന് പങ്കില്ലെന്ന വീഡിയോയിൽ മാർട്ടിൻ പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ കേസിൽ ആ അക്രമിക്കൂട്ടത്തിലേക്ക് നടിയെ കൊണ്ടുചെന്ന് അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് ഈ മാർട്ടിനാണ്. അയാൾ ഈ കുറ്റകൃത്യത്തിലെ നിർണായകമായിട്ടുള്ള വ്യക്തിയാണ്. അയാൾ ഒരാൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ നടിയെ രക്ഷിക്കാമായിരുന്നു. ആ ക്രിമിനലിന്റെ വീഡിയോയാണ് ഈ രീതിയിൽ പറയുന്നത്. അതും മറ്റൊരു തരത്തിൽ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളോടെ. ഈ മറ്റൊരു ഗൂഢാലോചനാ വാദം മാർട്ടിൻ ഇതിൽ കൃത്യമായും മുന്നോട്ട് വെക്കുന്നുണ്ട്. കേസിലെ 1ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ മറ്റ് പലരുമായും ചേർന്ന് 8ാം പ്രതിയായിരുന്ന ദിലീപിനെതിരെ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചാണ് മാർട്ടിൻ ഈ വീഡിയോയിൽ പറയുന്നത്. താൻ നൽകിയ മൊഴിയിലും ഇതേ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് എന്ന് മാർട്ടിൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മാർട്ടിൻ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി 20 വർഷം കഠിന തടവിന് കോടതി വിധിച്ചിരിക്കുകയാണ്. നടിയുടെ ഐഡന്റിറ്റി ഉൾപ്പെടെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വീഡിയോ ഇപ്പോഴത്തെ വിധി പ്രഖ്യാപനത്തിന് പോലും എതിരാണ്. എന്നിട്ടും ചിലർ പ്രതികാര ബുദ്ധിയോടെയും മറ്റു ചില അജണ്ടയോടുകൂടിയും ഇതിങ്ങനെ വ്യാപകമായി സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീതി നിഷേധം നേരിട്ടു, എല്ലാവർക്കും നീതി ഒരുപോലെയല്ല എന്നതാണ് ഈ വിഷയത്തിൽ അതിജീവിതയുടേതായി പുറത്തു വന്ന പ്രതികരണം. ആ അതിജീവിത ഇപ്പോഴും സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ വേട്ടയാടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നടി വീണ്ടും നിയമ പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നു. നടി സമൂഹ മാധ്യമത്തിൽ നടക്കുന്ന ഈ പ്രചരണത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു. പേര് വെളിപ്പെടുത്തി പങ്കുവെച്ച വീഡിയോയ്ക്കെതിരെയാണ് അതിജീവിത പരാതി നൽകിയിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൂടെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നു എന്നാരോപിച്ചാണ് അതിജീവിതയുടെ പരാതി. 2ാം പ്രതി മാർട്ടിൻ പങ്കുവെച്ച വീഡിയോ നീക്കണം എന്നതാണ് ഈ പരാതിയിൽ പറയുന്ന ആവശ്യം. ഈ വീഡിയോ പ്രചരിപ്പിച്ച ഏതാണ്ട് 20-ലധികം ലിങ്കുകൾ ഈ പരാതിക്കൊപ്പം ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്.
നടിയുടെ പരാതിയിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ ഈ പോലീസിന്റെ നീക്കം എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ വീഡിയോ പ്രചരിപ്പിച്ചവരിൽ പല പ്രമുഖരും ഉൾപ്പെടുന്നുണ്ട്. ആ പ്രമുഖരെ അടക്കം അന്വേഷണ വലയിലേക്ക് കൊണ്ടുവരാനാണ് പോലീസിന്റെ നീക്കം ഇപ്പോൾ നടക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ പോരാട്ടം തുടരും എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്നലെ രാവിലെയാണ് അതിജീവിത സർക്കാരിന്റെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കാനായി തലസ്ഥാനത്ത് എത്തിയത്. അതിനുശേഷം വൈകിട്ടോടെ അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ക്ലിഫ് ഹൌസിൽ എത്തിയാണ് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത്. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമായിരുന്നു ആ കൂടിക്കാഴ്ച എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നീതിക്കായുള്ള പോരാട്ടത്തിൽ സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്നും സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഏതാണ്ട് 20 മിനിറ്റോളം ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ഈ കേസിൽ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിന് സർക്കാർ തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നത് നമ്മൾ കാണണം. ഉടൻ അപ്പീൽ നൽകുമെന്ന് അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഒപ്പമുണ്ട് എന്ന വലിയ സന്ദേശവും മുഖ്യമന്ത്രി നൽകി. സിനിമാ മേഖലയിലും പുറത്തും നടി ഇക്കാലയളവിൽ നേരിട്ട പ്രതിസന്ധികളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് എന്നതാണ് വിവരം. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അധിക്ഷേപം നടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ കൂടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചവർക്കെതിരെ ശക്തമായ നടപടിക്ക് പോലീസ് നീക്കം തുടങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിലേക്ക് അതിജീവിതയെ ക്ഷണിച്ചതിലൂടെ ഒപ്പമുണ്ടെന്ന സന്ദേശം നൽകുകയാണ് സർക്കാർ. നടിയെ ആക്രമിച്ച കേസിൽ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ദിലീപിന്റെ അറസ്റ്റ് സർക്കാരിന് വലിയ രാഷ്ട്രീയ നേട്ടവുമായിരുന്നു. എന്നാൽ കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതും മുഖ്യപ്രതി പൾസർ സുനിക്ക് കൂട്ടബലാത്സംഗത്തിന് ലഭിക്കുന്ന കുറഞ്ഞ ശിക്ഷ മാത്രം ലഭിച്ചതും നീതി നിഷേധമായാണ് അതിജീവിതയും അവൾക്കൊപ്പമുള്ളവരും കാണുന്നത്. ഈ ഘട്ടത്തിലാണ് ഒപ്പമുണ്ടെന്ന സന്ദേശം അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രി നൽകുന്നത്. സർക്കാർ ഒപ്പമുണ്ടെന്ന ആശ്വാസം തുടർന്നുള്ള നിയമ പോരാട്ടത്തിലും അതിജീവിതയ്ക്ക് കരുത്തേകട്ടെ. അതിജീവിതയ്ക്കൊപ്പമാണ് ഈ നാട് എന്ന സന്ദേശം കൂടുതൽ പേരിലേക്ക് പടരട്ടെ. ഒരു പാരഡി ഗാനം വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്ന അപൂർവമായ ഒരു കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പാരഡി ഗാനം മതവികാരം വ്രണപ്പെടുത്തിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പറയുന്ന കാഴ്ച. ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നതും പാടുന്നതും പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറിയേ എന്ന ഗാനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വൈറലായ ഈ ഗാനത്തിന് എതിരെ കേസെടുക്കും എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്ന് കാണിച്ച് തിരുവാഭരണ പാതാ സംരക്ഷണ സമിതി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതി അദ്ദേഹം DGPക്ക് കൈമാറി. ഇതിൽ കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നുള്ള പരിശോധനകൾ നടക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പാട്ടിനെതിരെ CPM-ഉം നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് പാരഡി ഗാനം, എന്താണ് അതിലെ രാഷ്ട്രീയ വിവാദം, എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ വിശദമായി പരിശോധിച്ചാൽ സ്വർണ്ണക്കൊള്ള ആധാരമാക്കി എഴുതിയതാണ് ഈ പാരഡി ഗാനം. അയ്യപ്പ ഭക്തി ഗാനത്തിന്റെ പാരഡിയായിട്ടാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി കേരളം മുഴുവനും അലയടിച്ച ഒരു ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിസ്സംശയം ഈ ഗാനമാണ് എന്ന് പറയാം. പ്രവാസിയായ കുഞ്ഞബ്ദുള്ളയാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി സ്വദേശിയായ ദാനിഷാണ് ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ട KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥും ഈ ഗാനം പാടിക്കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. കോൺഗ്രസ് സ്വർണ്ണക്കൊള്ളയിലെ പ്രതിഷേധത്തിൽ പാർലമെന്റിന് മുന്നിൽ UDF MPമാർ പോസ്റ്ററുകളുമായി നിന്ന് ഈ ഗാനം ആലപിച്ചതോടെ ദേശീയ ശ്രദ്ധയിലേക്ക് വരെ ഈ ഗാനം എത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പരാതി ഇതിനെതിരെ വന്നിരിക്കുന്നത്. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം അയ്യപ്പ ഭക്തർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയെന്നും അതുകൊണ്ട് ഗാനത്തിനെതിരെ പരാതി നൽകി എന്നുമാണ് തിരുവാഭരണ പാതാ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രശാന്ത് കുഴിക്കാല പറയുന്നത്. അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറെ ഭക്തി തോന്നുന്ന ഗാനമാണ്. ഇത്തരത്തിൽ
പാരഡി ഗാനമായി മാറിയത്. എന്നാൽ ഈ ഗാനത്തിനെതിരെ പരാതി കൊടുക്കാൻ ആരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് താൻ DGPക്ക് പരാതി നൽകാൻ തീരുമാനിച്ചതെന്നും പ്രശാന്ത് പറയുന്നു. പാർലമെന്റിന്റെ മുന്നില് കേരളത്തിലെ MP പോയിട്ട് അയ്യപ്പസ്വാമിയെ അവഹേളിക്കുന്ന ഈ പാരഡി ഗാനം അവിടെ നിന്ന് പാടുക എന്ന് പറയുന്നത് ലോകത്തിന്റെ മുന്നിൽ അയ്യപ്പസ്വാമിയെ പൂർണ്ണമായും അവഹേളിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കാണിച്ചത്. അതാണ് നമ്മളെ വേദനപ്പെടുത്തിയത്. കാരണം നമ്മൾ കേരളത്തിലെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഇലക്ഷൻ സമയത്തൊക്കെ ഈ പാട്ടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പാടി പല ആളുകളും ഇതുകൊണ്ടൊക്കെ പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവുമല്ല. പക്ഷേ ഇവിടെ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് അയ്യപ്പസ്വാമിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ആ പാട്ടിനെ എത്രയും പെട്ടെന്ന് പിൻവലിക്കുക തന്നെ വേണം. അത് ഭക്തരുടെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മിണ്ടാതിരിക്കുന്ന ഉടനെ അത് ഈ രീതിയിൽ വീണ്ടും അത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ കല്ലും മുള്ളും താണ്ടി നൊയമ്പും എടുത്ത് 41 ദിവസം വ്രതം എടുത്ത് വരുന്ന അയ്യപ്പ ഭക്തർക്ക് അത് നന്നായി വേദനിക്കും. ആ ഒരു സംഭവം കൊണ്ടാണ് ഇത് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇത് ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ആകെയുള്ള നിലപാടാണോ എന്ന് ചോദിച്ചാൽ അതിൽ ചില ഭിന്നതകളുണ്ട്. പാരഡി പാട്ടിനെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട് എന്നതാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ചെയർമാനായ K. ഹരിദാസ് പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കുന്ന അയ്യപ്പ വികാരത്തെ വ്രണപ്പെടുത്തുന്നതല്ലേ ഭഗവാന്റെ കട്ടൻ അടിച്ചുകൊണ്ട് പോയത്? അയ്യപ്പ വികാരത്തെ വ്രണപ്പെടുത്തുന്നതല്ലേ ഭഗവാന്റെ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുമ്പിലെ ദ്വാരപാലകരെ ശില്പത്തിൽ നിന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയത്, സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോയത്? അയ്യപ്പ വികാരത്തെ ഹരിക്കുന്നതല്ലേ നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ട് വർഷങ്ങളായി ഭഗവാന്റെ കയ്യിൽ യോഗനിദ്രയിൽ ആഴുമ്പോൾ കയ്യിൽ കൊടുക്കുന്ന യോഗദണ്ഡ് കൊണ്ടുപോയത്, അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്ന ഏകമുഖ രുദ്രാക്ഷമാല കൊണ്ടുപോയത്? ഇതൊന്നും വ്രണപ്പെടുത്തുന്നതല്ലേ? അതല്ലേ വ്രണപ്പെടുത്തുന്നത്? അത് അങ്ങനെ കൊണ്ടുപോയവർക്കെതിരെ ചില പരിഹാസ രൂപേണ ആരെങ്കിലും പാട്ട് എഴുതിയിട്ടുണ്ടാവും. അതിനെതിരെ നിയമ നടപടിക്ക് പോയതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ ഈ പാട്ടിനെ വീഴ്ത്താനോ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നുമല്ല. അതിനെതിരെ നിയമ നടപടിക്ക് പോകുന്നു. അത് നിരോധിക്കാൻ പറയുന്നു. പാളി കൊണ്ടുപോയ പ്രശ്നമില്ല, യോഗ കൊണ്ടുപോയ പ്രശ്നമില്ല, രുദ്രാക്ഷമാല കൊണ്ടുപോയ ഒരു പ്രശ്നമില്ല, സ്വർണം മോഷിച്ചുകൊണ്ട് പോയ ഒരു വിഷയമില്ല. ആരോ എഴുതിയ ഒരു പാട്ടാ. ആ പാട്ട് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ അതിന് ഇത് കൊടുക്കാനോ ഒന്നുമല്ല. പക്ഷെ അതിനെതിരെ അത് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പ്രവർത്തനം നടത്തുന്നത് കാണുമ്പോൾ ഇത് പലരെയും സഹായിക്കാനാണ്, പലതിനെയും വെള്ളപൂശാനാണ്. ഇത് അയ്യപ്പ ഭക്തി അല്ല, അയ്യപ്പ വികാരം ഒന്നും ഇല്ലവർക്ക്. ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് അതിനു മുമ്പ് നടന്ന കർമ്മങ്ങളെ വിമർശിക്കുകയായിരുന്നു. അപ്പോ രാഷ്ട്രീയമുള്ളവർക്ക് ഏത് രീതിയിലും ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ പങ്കുചേരാം, ഭാഗം ചേരാം എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുന്നത്. ഇതിൽ പരാതിക്കാരൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാരഡി ഗാനങ്ങളൊക്കെ വരും, അത് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കും, അത് അവിടം കൊണ്ട് തീരുന്നു. ഫലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും പാരഡി ഗാനങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അവിടുന്ന് മാറിക്കൊണ്ട് ഫലപ്രഖ്യാപനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ PC വിഷ്ണുനാഥ് ഈ പാട്ട് ഉപയോഗിക്കുന്നു, കോൺഗ്രസ് പിന്നീട് ഇത് തുടർന്നും ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നു, ഡൽഹിയിൽ MP എല്ലാവരും കൂടിച്ചേർന്ന് നിന്ന് ഇത് പാടുന്നു. അപ്പോൾ അവർ തങ്ങൾക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ വലിയ വിജയം, അത് സ്വർണ്ണക്കൊള്ള അതിലൊരു പ്രധാന ഘടകമാണ് എന്ന് കരുതുകയും അതിൽ ഊന്നാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ഈ പാട്ട് ആവർത്തിച്ച് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഓവറാക്കി ചളമാക്കിയാൽ ഞങ്ങളിതാ ഇങ്ങനെ ചെയ്യും, ഇതിനെതിരെ രംഗത്ത് വരും എന്ന ഒരു സൂചനയും സന്ദേശവുമാണ് ഇപ്പോൾ എന്തായാലും ഈ പരാതിക്കാർ ഉൾപ്പെടെ നൽകുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യം പരാതിയെ പിന്തുണച്ചുകൊണ്ട് CPM-ഉം രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ്. അതോടെ ഇത് വൻ വിവാദമായി തന്നെ മാറുകയാണ്. ഈ ഗാനം അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് പറയുന്നത് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ്. കോൺഗ്രസും ലീഗും ചേർന്ന് തെരഞ്ഞെടുപ്പിൽ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന് അദ്ദേഹം പറയുകയാണ്. കൂടാതെ അയ്യപ്പ ഭക്തി ഗാനത്തെ അവഹേളിക്കുന്ന പാരഡി ഗാനത്തിനെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയ പ്രസാദ് കുഴിക്കാലയെ പിന്തുണയ്ക്കുക കൂടിയാണ് രാജു എബ്രഹാം ചെയ്തത്. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ നേതാവ് പ്രസാദ് കുഴിക്കാല തന്നെയാണെന്നും പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകാൻ കൂടുതൽ ഹൈന്ദവ സംഘടനകൾ തങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് എന്നും പറയുന്നു രാജു എബ്രഹാം. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമായതുകൊണ്ട് ഇത് ഞങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. അപ്പോൾ നാളെ കൂടുന്ന പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനത്തിൻ്റെ പേരിൽ പരാതി നൽകും.
കാരണം ഈ പാട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. വ്യാപകമായി ഈ പാട്ട് പാടി നടന്ന നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായിട്ടാണ് ഈ നടപടിയെ കാണാൻ കഴിയുകയുള്ളൂ. ഇത് അവസാനം CPM എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിലപാടാണ്. നേരത്തെ EP ജയരാജൻ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞിരുന്നത് ഒരു പാരഡി ഗാനത്തിൽ കലങ്ങിപ്പോകുന്നതല്ല തങ്ങളുടെ രാഷ്ട്രീയം എന്നതാണ്. പാരഡി ഗാനം ജനങ്ങളെ സ്വാധീനിച്ചില്ല, പോലീസിൽ പരാതി പോയിട്ടുണ്ട്, അവരെന്തെങ്കിലും തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞൊഴിയുകയാണ് EP ജയരാജൻ ചെയ്തത്. പക്ഷേ EP ജയരാജൻ പോലും അങ്ങനെ നിസാരമായി കണ്ട വിഷയത്തിൽ വലിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത് അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്ന് CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറി പറയുന്നത്. അപ്പോൾ EP ആദ്യം പറഞ്ഞത് കൂടി ഒന്ന് കേൾക്കാം. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനിയൊരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ, DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. പാട്ടിൻ്റെ അകത്ത് കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. ഒരാൾ LSNDP യോഗത്തിൻ്റെ നേതാവാണ്, അയാൾ മുഖ്യമന്ത്രിയോടൊപ്പം വന്നു. അതുകൊണ്ട് വോട്ടിങ്ങനെ വരുമെന്നോ വോട്ട് പോകുന്നോ ഒന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. അത് എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇതെല്ലാം ദുരുദ്ദേശപരമായിട്ടുള്ള സാധാരണ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന വ്യക്തിയാണ് EP ജയരാജൻ. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ് EP ജയരാജൻ ഈ വിഷയത്തിൽ നടത്തിയത്. അവിടെ CPM-ന്റെ പല നേതാക്കൾക്കും ഈ വിഷയത്തിൽ അല്ലെങ്കിൽ CPM-ന്റെ ആകെ തന്നെയുള്ള നിലപാട് പൊതുസമൂഹത്തിന് അവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന തരത്തിലായി പോകുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. VD സതീശൻ അതിശക്തമായ ഭാഷയിലാണ് ഇതിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഈ പാട്ടിൽ CPM-ന് എന്താണ് ഇത്ര നോവാനുള്ളത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശബരിമലയിലെ സ്വർണം കവർന്നതിലല്ല, പാരഡി ഗാനം പാടിയതിലാണ് CPM-കാർക്ക് വേദനയെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. വിശ്വാസികളെ വേദനിപ്പിച്ച ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് രാജു എബ്രഹാം നിൽക്കുന്നതെന്ന് ഓർക്കണം എന്നുകൂടി VD സതീശൻ പറയുകയാണ്. അപ്പോൾ CPM പറയുമ്പോൾ പഴയ കാര്യങ്ങൾ കൂടി ഓർക്കുന്നത് നല്ലതാണ് എന്ന് VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിശ്വാസിയായ K കരുണാകരനെ കളിയാക്കാനായി അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡി ഉണ്ടാക്കിയ കാര്യമാണ് VD സതീശൻ ചൂണ്ടിക്കാട്ടിയത്. ആ പാരഡി കൈരളിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ സ്വർണം കട്ടവരെ കുറിച്ച് പാരഡി പാടില്ല, ഇത് എവിടുത്തെ വാദമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് നേതാക്കളാകെ ഇതിനെതിരെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഗാനവിവാദം വിഷയത്തെ വളച്ചൊടിക്കലാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചില്ലല്ലോ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചാൽ പോലും ദുരുപയോഗം എന്ന് പറയുമോ എന്നൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിക്കുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരാണ്. നാളെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ ഉടനെ ഞങ്ങൾ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചു ആരെങ്കിലും പറയുമോ? അതൊക്കെ വെറുതെ വളച്ചൊടിക്കുകയാണ്. ഏതായാലും ഞങ്ങൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ കുറ്റിയെ ശരണമയ്യപ്പ എന്നൊന്നും വിളിച്ചില്ലല്ലോ. ഞങ്ങൾ അതിനേക്കാൾ എത്രയോ ഞങ്ങളുടെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ, നല്ല ദശലക്ഷക്കണക്കിനുള്ള ഞങ്ങളുടെ ജനാധിപത്യ വിശ്വാസികൾ, അവരാ വിശ്വാസം അനുസരിച്ച് പോകും. അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതൊന്നും അവരെ മനസ്സ് തകർക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം ഉണ്ടായാൽ അതിനെ റെസിസ്റ്റ് ചെയ്യും. അത് പല വിധത്തിലുള്ള റെസിസ്റ്റൻസ് നമ്മൾ കണ്ടില്ലേ, അതെല്ലാം തുടർന്ന്. പക്ഷേ ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റിന്റെ ഒരു കൊള്ള നടന്നാൽ ആ കൊള്ളയ്ക്ക് ഉത്തരവാദിത്വം പറയേണ്ടത് ഗവൺമെന്റിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതല്ലേ സത്യം പറഞ്ഞ ഈ പ്രദേശമൊക്കെ. അവിടെ നിന്ന് ഈ സ്വർണം പോയതിനു ശേഷം ഇവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് കൈയടി നിൽക്കാൻ പറ്റുമോ? ഈ ഇതെല്ലാം സ്ട്രോങ് റൂമിൽ ഇരിക്കേണ്ട കാര്യങ്ങളല്ലേ. എന്ത് നടപടിയായി ഗവൺമെന്റ് എടുത്തത്? എന്ത് നടപടിയാണ്? അതിനൊരു ദേവസ്വം വകുപ്പുണ്ട്, അത് മന്ത്രിയുണ്ട്, നേരത്തെ മന്ത്രിമാരുണ്ട്, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുണ്ട്, അംഗങ്ങളുണ്ട്, സംവിധാനമുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം പോറ്റിക്ക് മുമ്പിൽ മുട്ടുമുടക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. പിന്നെ അതിനെ വേറെ രൂപത്തിൽ എന്തിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കും. എന്തായാലും K കരുണാകരന്റെ കാലത്ത് ഈ രീതിയിൽ പാരഡി ഉണ്ടാകുമ്പോൾ വിവാദങ്ങൾ ഉണ്ടായില്ല. അത് മതവികാരം വ്രണപ്പെടുത്തുമെന്ന വാദങ്ങളും ഉണ്ടായില്ല. പക്ഷെ 2025 അത്തരം വാദങ്ങൾ ഉണ്ടാവുകയാണ്. കേരളത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്ന് തോന്നിപ്പോകും ഈ വിവാദങ്ങൾ കാണുമ്പോൾ. പുരോഗമനം പറയുന്ന, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന പാർട്ടിയും നേതാക്കളുമാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നത് ആ പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നോക്കിയാൽ CPM-നെ സംബന്ധിച്ച്, ഭരിക്കുന്ന മുന്നണിയെ സംബന്ധിച്ച്
വലിയ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നത് നമുക്ക് കാണാൻ കഴിയും. ഭരണവിരുദ്ധ വികാരവും നയങ്ങളിലെ ചില പാളിച്ചകളുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് മുൻതൂക്കമുണ്ടാക്കിയിട്ടുള്ള ഘടകങ്ങൾ. അതാണ് വ്യക്തമായും ഈ ഫലം നൽകുന്ന സൂചന. മലബാറിലെകളുമൊക്കെ പാർട്ടിയിൽ നിന്ന് അകന്നു എന്നതിന്റെ സൂചനകൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ ഊന്നിയുള്ള ഫലം അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇത് വസ്തുതയായിരിക്കെ ഇത്തരം വില കുറഞ്ഞ വിവാദങ്ങൾ അത് ഊതിപ്പെരുപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടായാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തെയാകും അത് ബാധിക്കുക. എല്ലാം ജനങ്ങൾ കാണുകയാണ്. അവർക്കത് ബോധ്യമുണ്ടാകട്ടെ. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുമ്പ് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ വിവാദങ്ങൾ കാണേണ്ടി വരും എന്നത് നമുക്കറിയില്ല. എന്തായാലും കാത്തിരിക്കാം. സർക്കാരും ഗവർണറും പിടിവാശി അവസാനിപ്പിച്ചതോടെ KTU-VC ആയി സിസ തോമസ് ഇന്ന് ചുമതലയേറ്റു. ഗവർണർ നിർദ്ദേശിച്ച സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായും സർക്കാർ മുന്നോട്ട് വെച്ച സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായും നിയമിച്ചതോടെയാണ് ഈ സമവായം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് സിസ തോമസ് ഇന്ന് KTU-VC ആയി ചുമതല ഏറ്റെടുത്തത്. ഇത്തവണ ചുമതല ഏറ്റെടുത്ത് അവിടെ എത്തിയപ്പോൾ കിട്ടിയ സ്വീകരണം എന്നത് സന്തോഷം നൽകുന്നതാണ് എന്നതാണ് സിസ തോമസിന്റെ പ്രതികരണം ഈ വിഷയത്തിലുണ്ടായത്. മാസങ്ങളോളം നീണ്ട അനിശ്ചിതത്വത്തിനും നാടകങ്ങൾക്കും ഒക്കെയാണ് ഇതോടെ തിരശീല വീണത്. 3 ഇടത്ത് VC-മാരുടെ സ്ഥിരം നിയമനത്തിനാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. അപ്പോ എന്താണ് ഈ സമവായത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് കുറെ നാളായി നീണ്ടുനിന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സർക്കാർ ഗവർണർ പോരുമൂലം സുപ്രീം കോടതി വരെ എത്തിയ കേസിലാണ് ഇപ്പോൾ ഈ സമവായം ഉണ്ടായിരിക്കുന്നത്. മുൻഗണനാ പട്ടിക മുഖ്യമന്ത്രി തയ്യാറാക്കി ഗവർണർക്ക് നൽകാനായിരുന്നു ആദ്യത്തെ കോടതിയുടെ നിർദ്ദേശം. ഡിജിറ്റലിലേക്ക് ഡോക്ടർ സജി ഗോപിനാഥ്, ഡോക്ടർ MS രാജശ്രീ, ഡോക്ടർ ജീൻ ജോസ്, പ്രിയ ചന്ദ്രൻ, അങ്ങനെ ഉള്ള ഒരു ക്രമത്തിൽ KTU-ലേക്ക് ഡോക്ടർ C സതീഷ് കുമാർ, ഡോക്ടർ GR ബിന്ദു, പ്രിയ ചന്ദ്രൻ, സിസ തോമസ് എന്ന ക്രമത്തിലുമാണ് മുഖ്യമന്ത്രി പേരുകൾ നൽകിയിരുന്നത്. സിസ തോമസിനെ പരിഗണിക്കരുത് എന്ന കുറിപ്പോടെയാണ് അവരുടെ പേര് ഈ 2 പട്ടികയിലും ഉൾപ്പെടുത്തിയിരുന്നത്. സർക്കാരിന് അത്രമാത്രം ഇഷ്ടക്കേട് സിസ തോമസിനോട് ഉണ്ടായിരുന്നു. സജിയെയും രാജശ്രീയെയും എതിർത്ത് ഗവർണറും നിലപാടെടുത്തു. കോടതിയിൽ സത്യവാങ്മൂലം നൽകി. മുൻപ് സർക്കാരിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി ഗവർണറുടെ നിർദ്ദേശപ്രകാരം KTU-വിന്റെ താൽക്കാലിക VC-യുടെ ചുമതല ഏറ്റെടുത്തതാണ് സിസ തോമസിനോട് സർക്കാരിനുള്ള ഈ വലിയ വിരോധത്തിന് കാരണം. അടുത്തിടെ ഡിജിറ്റൽ താൽക്കാലിക VC ആയിരിക്കെ അവിടുത്തെ ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർക്ക് നൽകിയത് വിരോധം കൂട്ടുകയും ചെയ്തു. അങ്ങനെ സർക്കാർ എതിർത്ത സിസ തോമസ് ആണ് സമവായത്തിലൂടെ ഇന്ന് KTU-VC ആയി ചുമതല ഏറ്റെടുത്തതിൽ വലിയ സന്തോഷം തോന്നുന്നുവെന്നും ഇപ്പോൾ പാഴായിപ്പോയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർക്കേണ്ടതില്ലെന്നും ഇപ്പോൾ കിട്ടിയ സ്വീകരണത്തിൽ സന്തോഷമാണ് തനിക്കുള്ളതെന്നും സർക്കാരുമായി ഇനി അങ്ങോട്ട് സഹകരിച്ചു പോകുമെന്നും തനിക്കെതിരായ ആരോപണങ്ങളിൽ വിഷമം തോന്നിയിട്ടുണ്ട് എന്നുമൊക്കെ സിസ തോമസ് പറയുന്നു. ഒരു ഭരണസ്തംഭനവും ഉണ്ടായിട്ടില്ല എന്നതാണ് അവരുടെ വാദം. പഴയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, മുന്നോട്ട് പോയാൽ മതി, അപാകതകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് സിസ തോമസ് പറയുന്നു. സിസ തോമസ് എന്ന വ്യക്തിയല്ല വലുത്, KTU എന്ന സ്ഥാപനമാണ് വലുത് എന്ന് സിസ തോമസ് പറയുകയാണ്. പക്ഷേ ഇതൊക്കെ എല്ലാം പോസിറ്റീവായി പറയുന്ന സിസ തോമസിന് ഒരൊറ്റ വിഷമം മാത്രമേ ഉള്ളൂ. തനിക്കെതിരെ മിനിറ്റ്സ് മോഷ്ടിച്ചു എന്നുവരെ ആരോപണം വന്നു. താൻ ഒന്നും എടുത്തോണ്ട് പോയിട്ടില്ല, അത്തരം പ്രസ്താവനകളിൽ വിഷമം തോന്നുന്നു എന്ന് മാത്രമാണ് സിസ തോമസ് പറഞ്ഞത്. മോഷ്ടാവായി ചിത്രീകരിക്കുന്നതിലാണ് തനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് എന്നതാണ് സിസ തോമസ് ഇന്ന് മാധ്യമങ്ങളോട് പറയാൻ ശ്രമിച്ചത്. പഴയ കാര്യം കഴിഞ്ഞില്ലേ, ഇനിയിപ്പം അതെല്ലാം ഇന്നിപ്പം എനിക്കൊരു സ്വീകരണം കിട്ടി വരാൻ സാധിച്ചെങ്കിൽ മുന്നോട്ട് നോക്കിയാൽ പോരെ. നമ്മൾ പഴയ കാര്യങ്ങൾ ഇനി ചകഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ?
അതോടെ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള പോക്കിൽ അത് കറക്റ്റ് ചെയ്തു പോകാനുള്ള ശ്രമം നടത്താം. ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വരെ നിയമ പോരാട്ടം നടത്തുകയും അവിടെ വിജയം നേടുകയും ചെയ്ത വ്യക്തിയാണ് സിസ തോമസ്. സിസ തോമസ് ഇതിനു മുൻപ് ചുമതലയേൽക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന അന്തരീക്ഷം നമ്മൾ കണ്ടതാണ്. ആ അന്തരീക്ഷം മാറി എല്ലാവരുടെയും സ്വീകരണം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നതാണ് സിസ തോമസിനെ സന്തോഷിപ്പിക്കുന്നത്. പക്ഷേ സിസ തോമസിന്റെ ഈ വരവ് സർക്കാർ അനുകൂല സംഘടനകൾക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. SFI നേരത്തെ KTUവിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഒക്കെ സിസ തോമസിനെതിരെ തുറന്ന യുദ്ധത്തിലായിരുന്നു. അപ്പോൾ ആ നിലപാടുകളൊക്കെ ഇനി അവർക്കൊക്കെ മാറ്റേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കേരള ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള സമവായത്തിൽ എത്തുന്നതിൽ സർക്കാരും ഗവർണറും പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലാണ് കോടതിയുടെ ശക്തമായ ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകാരമുള്ള മുൻഗണനാക്രമം നിശ്ചയിച്ച് ഗവർണർക്ക് കൈമാറണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കകം ചാൻസലർ കൂടിയായ ഗവർണർ തീരുമാനമെടുക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. മുഖ്യമന്ത്രി നൽകിയ പേരുകളിൽ എന്തെങ്കിലും വിയോജിപ്പോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ ചാൻസലർ അക്കാര്യം അറിയിക്കണമെന്നൊക്കെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നതാണ്. എന്നാൽ മുഖ്യമന്ത്രി മുൻഗണന നിശ്ചയിച്ച് പേരുകൾ കൈമാറിയിട്ടും ഗവർണർ തീരുമാനമെടുക്കാൻ കാലതാമസം വരുത്തി. അത് സുപ്രീം കോടതിയുടെ വിമർശനത്തിനിടയാക്കി. പിന്നീടും സുപ്രീം കോടതി ഒരു സമയം നിശ്ചയിച്ച് നൽകി. അതിനു മുൻപ് ഒരു ഒത്തുതീർപ്പിനായി മന്ത്രിമാരായ P രാജീവും മന്ത്രി R ബിന്ദുവും ഗവർണറെ കണ്ടു. പക്ഷേ സമവായത്തിലെത്തിയില്ല. ഗവർണർ പിടിവാശി തുടർന്ന് കോടതിയിൽ വിഷയമെത്തുമ്പോൾ സ്ഥിരം VC-മാരുടെ നിയമനം നേരിട്ട് നടത്തും എന്നതാണ് കോടതി പറഞ്ഞത്. VC നിയമനത്തിനായി മുദ്രവെച്ച കവറിൽ ഓരോ പേരുകൾ വീതം നൽകാൻ, ഓരോ പേര് മാത്രം നൽകിയാൽ മതി എന്ന് സുപ്രീം കോടതി സുധാംശു ധൂലിയ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിരുന്നു. അപ്പോ അതാണ് വലിയ ഒരു മഞ്ഞുരുകലിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി നേരിട്ട് നിയമനം നടത്തുമെന്ന സാഹചര്യം. കോടതി ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടാണ് ഗവർണർ രംഗത്ത് വന്നത്. വൈസ് ചാൻസലർ നിയമനത്തിൽ സുപ്രീം കോടതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് അന്ന് ഒരു പൊതുപരിപാടിയിൽ ചാൻസലർ കൂടിയായ രാജേന്ദ്ര അർലേക്കർ നടത്തിയത്. ഭരണഘടന ഭേദഗതി ചെയ്യാൻ കോടതികൾക്ക് അധികാരമില്ല എന്നതായിരുന്നു ഗവർണർ അന്ന് പറഞ്ഞത്. സുപ്രീം കോടതിക്കെതിരെ പരസ്യ വിമർശനം തന്നെയായിരുന്നു നടത്തിയത്. ഇതിന് പിന്നാലെയാണ് പിന്നീട് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള ആ കൂടിക്കാഴ്ചയിലാണ് നിർണായകമായ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇരുവിഭാഗവും സമവായത്തിലെത്താൻ തീരുമാനിച്ചു. അതിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥയായിരുന്നു KTU VC-ആയി സിസ തോമസിനെ സർക്കാരും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC-ആയി സജി ഗോപിനാഥിനെ ഗവർണറും അംഗീകരിക്കുക എന്നത്. ഇതിനെ തുടർന്ന് ഗവർണർ ഉത്തരവിറക്കി. അതിന് പിന്നാലെയാണ് ഇന്ന് സിസ തോമസ് ചുമതലയേൽക്കാൻ എത്തിയത്. കൂക്കി വിളിച്ചും പ്രതിഷേധവും ഒന്നുമില്ലാതെ ആ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സിസ തോമസ് ചുമതലയേറ്റെടുത്തു. ഈ വിവരം ഇപ്പോൾ സിസ തോമസ് ഇന്ന് ചുമതലയേറ്റെടുത്ത വിവരം ഏറ്റവും ഒടുവിൽ ഗവർണർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. എല്ലാ VC നിയമനത്തിലെ സമവായം രേഖാമൂലം തന്നെ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സിസ തോമസിനെയും സജി ഗോപിനാഥിനെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും കോടതിയിൽ കൈമാറിയിട്ടുണ്ട്. ഈ മാസം 14 നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണയെത്തി എന്നതാണ് ഈ സത്യവാങ്മൂലത്തിൽ ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരം ഇക്കാര്യം ജസ്റ്റിസ് ധൂലിയെ അറിയിച്ചെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. ഗവർണറുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വൈകിട്ട് സത്യവാങ്മൂലം സമർപ്പിക്കുകയായിരുന്നു. അപ്പോൾ കോടതി ഇനി വ്യാഴാഴ്ചയാണിത് പരിഗണിക്കുന്നത്. ആ ഘട്ടത്തിൽ എന്ത് ഇടപെടൽ നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാരും ഗവർണറും ഒത്തുതീർപ്പിലെത്തണം എന്നത് മാത്രമായിരുന്നു ഈ വിഷയത്തിൽ കോടതിയുടെ താൽപര്യം. അതിനുവേണ്ടിയാണ് കോടതി ആവർത്തിച്ചുള്ള ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പക്ഷേ അത് സാധ്യമാകുന്നില്ല എന്നൊരു ഘട്ടത്തിലാണ് കടുത്ത തീരുമാനത്തിലേക്ക് പോകും എന്ന് കോടതി പറഞ്ഞത്. അവിടെ ഇപ്പോൾ ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സ്വാഭാവികമായും കോടതി അത് അംഗീകരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. പക്ഷേ അപ്പോഴും ബാക്കിയാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. സുപ്രീം കോടതി വരെ എത്തിയ കേസിൽ എങ്ങനെയാണ് ഇപ്പോൾ സമവായം സാധ്യമായത്? നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നം
ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇത്ര വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് കൊണ്ടുപോയത്? സർവകലാശാലകളിൽ VC നിയമനം വൈകിപ്പിച്ച് സർവകലാശാലകളെ നാഥനില്ലാത്ത ഇടങ്ങളാക്കിയത് എന്തിനാണ്? നിയമനങ്ങൾക്കെതിരെ പറഞ്ഞിരുന്ന ആശങ്കകൾ, ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞിരുന്ന ആശങ്കകൾ എങ്ങനെയാണ് ഇപ്പോൾ കെട്ടടങ്ങിയത്? നിയമ പോരാട്ടങ്ങൾക്കായി ഒഴുക്കിയ ഖജനാവിലെ പണത്തിന് ആരാണ് ഉത്തരം പറയുക? സുപ്രീം കോടതി നിയമിച്ച സെർച്ച് കമ്മിറ്റിയുടെ സിറ്റിംഗ് ഫീസ് ഇനത്തിൽ മാത്രം ഇതുവരെ ഏതാണ്ട് 31 ലക്ഷം രൂപ ചെലവിട്ടു എന്നതാണ് കണക്ക്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അഭിഭാഷകർക്ക് നൽകിയ ലക്ഷങ്ങൾ വേറെയാണ്. ഈ നിയമ പോരാട്ടത്തിന് എത്ര രൂപയാണ് ചെലവായത് എന്നത് വിവരാവകാശ പ്രകാരം അറിയാനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തിയിരുന്നു. എന്നാൽ ആ ചോദ്യത്തിന് സർക്കാരോ AG ഓഫീസോ ഒന്നും മറുപടി നൽകിയിരുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഇതിനു വേണ്ടിയൊക്കെ എത്ര പണം ചെലവഴിച്ചു എന്നതിൽ പോലും കൃത്യമായ കണക്കുകളില്ല. സർവകലാശാലകൾ നാഥനില്ല കളരിയായി. ഇതൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു എന്നും ഇപ്പോൾ ഇതൊക്കെ എങ്ങനെ പരിഹരിച്ചു എന്നുമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. നമുക്ക് മറ്റ് ഫോക്കസ് വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. നാഷണൽ ഹെറാൾഡ് കേസിൽ കുറ്റപത്രം നിലനിൽക്കില്ലെന്ന ഡൽഹി റോസ് അവന്യൂ കോടതി ഉത്തരവ് കോൺഗ്രസിന് നൽകുന്ന ഊർജം ചെറുതല്ല. BJPക്കെതിരെ ഇത് വലിയ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. രാഷ്ട്രീയ വേട്ടയാടലിനായി അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഇത് ചൂണ്ടിക്കാട്ടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. BJP അന്വേഷണ ഏജൻസികളെ ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കാര്യത്തിൽ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കുറ്റപത്രം തള്ളിയ വിചാരണ കോടതി നടപടിക്കെതിരെ അതേസമയം ED അതിന്റെ തുടർ നടപടികൾ ആലോചിക്കുകയാണ്. ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും എന്ന വിവരമാണുള്ളത്. കേസിൽ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം രജിസ്റ്റർ ചെയ്ത കേസിലും ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന വിവരങ്ങളുണ്ട്. അനുകൂല വിധി ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ പോരാട്ടം തുടരാനാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കെതിരെ വലിയ ആയുധമാക്കി BJP ഉപയോഗിച്ചിരുന്നതാണ്. പ്രചരണ രംഗങ്ങളിലും മറ്റുമൊക്കെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ അഴിമതിക്കാരായി ചിത്രീകരിക്കാൻ BJP നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയും ആവർത്തിച്ച് ഉപയോഗിക്കുന്ന കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ ഉൾപ്പെടെ 6 പേർക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. അതിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആശ്വാസകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് കേസുമായി ബന്ധപ്പെട്ടുള്ള EDയുടെ കുറ്റപത്രത്തിൽ ഇടപെടാൻ തന്നെ കോടതി വിസമ്മതിച്ച സാഹചര്യം. എന്നാൽ ഇതിന്റെ ഒരു മറുഭാഗം കേസിൽ അന്വേഷണം തുടരാനും ഡൽഹി റോസ് അവന്യൂ കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇത് പരിഗണിക്കപ്പെടാതിരിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത്. സ്വകാര്യ അന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം. അപ്പോൾ കേസിൽ FIR എടുത്തിട്ടില്ല. ഈ നടപടികൾ പൂർത്തിയാക്കി വീണ്ടും അന്വേഷണം നടത്തണം എന്നതായിരുന്നു കോടതി നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ കാരണം എന്തായാലും അതിന്റെ കുറ്റപത്രം അംഗീകരിക്കുന്നില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ്. അത് മാക്സിമം ഈ രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസ് ആ വിഷയത്തിൽ ലക്ഷ്യമിടുന്നത്. ഒപ്പം ഇനി എന്ത് നീക്കം നടത്തിയാലും, അന്വേഷണ ഏജൻസികൾ നടത്തിയാലും അതിൽ ശക്തമായ നിയമ പോരാട്ടത്തിലേക്ക് പോകാനും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ഈ കുറ്റപത്രം തള്ളിയ കോടതി നടപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ അമിത്ഷായുടെയും മോദിയുടെയും മുഖത്തേറ്റ അടി എന്നാണ് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇരുവരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ നമുക്കറിയാം, പാർലമെന്റ് നടക്കുന്ന സമയമാണ്. പാർലമെന്റിലും കോൺഗ്രസ് ശക്തമായിട്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ്. കോൺഗ്രസിന്റെ വലിയ രീതിയിൽ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നതിനെതിരായ പ്രതിഷേധം സഭയിലും സഭയ്ക്ക് പുറത്തും ഇന്ന് കണ്ടു. സത്യം ജയിക്കും എന്ന
കാര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് സഭയ്ക്ക് പുറത്ത് ഉള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. അപ്പോൾ ഇത് പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും മുഖത്തേറ്റ അടി എന്നതാണ് ഖർഗെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഖർഗെയുടെ വാക്കുകൾ കേൾക്കാം. जजमेंट को हम वेलकम करते हैं और न्याय सदा हमेशा की जो सत्य की हमेशा जीत होती है, इसीलिए मैं इस जजमेंट का स्वागत करता हूं। जो इसके लिए मेहनत करे हमारे लोग, उनको भी मैं अभिनंदन उनका भी करता हूं और आप लोग इतने ठंडी में आए, आपको भी धन्यवाद। थैंक यू। അപ്പോ ഈ രീതിയിലാണ് ഖർഗെയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നത്. അത് കൃത്യമായും മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ തൊടുത്തുവിടുന്നു ഖർഗെ എന്നതാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസിന്റെ ആകെ നീക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിതാണ്. ഇവർ ഇരുവരും മാപ്പ് പറയണം എന്ന ഒരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. സത്യമേവ ജയതേ ബാനർ ഉയർത്തിയാണ് വിഷയത്തിൽ പാർലമെന്റ് കവാടത്തിൽ എംപിമാർ പ്രതിഷേധിച്ചത്. അത് നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിലൂടെ. നാഷണൽ ഹെറാൾഡ് കേസിൽ ഡൽഹിയിൽ BJP ആസ്ഥാനത്തേക്കും ഈ കോൺഗ്രസിന്റെ മാർച്ചുണ്ടായിരുന്നു. അപ്പോൾ ശക്തമായി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികളെ വരുതിക്ക് നിർത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിൽ എല്ലാ ഘട്ടത്തിലും ഉയർന്നു വരുന്നതാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും ഇത് തുറന്നു കാട്ടാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനവർക്ക് വീണ് കിട്ടിയ ഏറ്റവും വലിയ ആയുധമായിട്ടാണ് നാഷണൽ ഹെറാൾഡ് കേസിലെ ഈ റോസ് അവന്യൂ കോടതിയിലെ നടപടികൾ അവർ കാണുന്നത്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഈ പ്രതിഷേധത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. കുറ്റപത്രം തള്ളിയ വിചാരണ കോടതി നടപടിക്കെതിരെ പക്ഷേ ED ഉടൻ നടപടികൾ ഊർജിതമാക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കമാണ് ED ഈ വിഷയത്തിൽ നടത്തുന്നത്. പോരാട്ടം തുടരാൻ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം രജിസ്റ്റർ ചെയ്ത കേസിലും ഉടൻ കുറ്റപത്രം സമർപ്പിക്കും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കുറ്റപത്രം നിലനിൽക്കില്ലെന്നും ഉള്ള കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത്. അപ്പോൾ ആ കുറവുകൾ ഒക്കെ പരിഹരിച്ചുകൊണ്ട് കുറ്റപത്രം നൽകാനും അതിന്റെ തുടർ നടപടികൾ കോടതി തന്നെ നിർദ്ദേശിച്ച പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെയുള്ള നീക്കമാണ് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ എന്തായാലും കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. അവർ ദേശീയ തലത്തിൽ ഇത് വിഷയമാക്കാൻ ശ്രമിക്കുമ്പോൾ കറപ്ഷൻ നടന്നിട്ടുണ്ട് എന്നും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടുമാണ് BJP മറുഭാഗത്ത് സ്വീകരിക്കുന്നത്. അവർ ഈ നടപടികളെ വെറും സാങ്കേതിക പ്രശ്നം എന്ന് മാത്രം കണ്ട് ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പാർലമെന്റ് കൂടി നടക്കുന്ന സമയമായതിനാൽ വിഷയം സഭയ്ക്കകത്തും പുറത്തും ഒക്കെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള വലിയ ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രധാനമന്ത്രി വിദേശ സന്ദർശനത്തിലാണ്. പ്രേക്ഷകർക്കൊക്കെ അറിയാം, വിദേശ സന്ദർശനത്തിന് പോകേണ്ടുന്നതിനാലാണ് മെസ്സിയുടെ വിമാനം വൈകിയപ്പോൾ അതിന് കാത്തു നിൽക്കാൻ പോലും പ്രധാനമന്ത്രിക്ക് കഴിയാതിരുന്നത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്യോപ്യ സന്ദർശനത്തിലാണ് പ്രധാനമന്ത്രി. വളരെ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് അവിടെ ലഭിച്ചിരിക്കുന്നത്. എത്യോപ്യ പ്രധാനമന്ത്രി അബിയ അഹമ്മദ് അലി നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി സഞ്ചരിച്ച വാഹനം ഓടിച്ച അബിയ അഹമ്മദ് അലിയാണ്. അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാം. പ്രധാനമന്ത്രിക്ക് ഏതൊരു രാഷ്ട്രത്തും ലഭിക്കുന്ന സ്വീകരണം എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്നതാണ്. അത് പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകരണം എന്ന നിലയിലല്ല, നമ്മളുടെ രാജ്യത്തിന് തന്നെ ലഭിക്കുന്ന അംഗീകാരവും സ്വീകരണവും ആയി വേണം നമ്മൾ അതിനെ കാണാൻ. ആ രീതിയിൽ സന്തോഷകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഈ വിദേശ സന്ദർശന വേളയിലും ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ഇന്ത്യക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അത് പല വിധത്തിലും പല കരാറുകളിലും ഏർപ്പെടുന്നു. ഇതൊക്കെയും രാജ്യത്തെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്.
ഇപ്പോഴത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, ഡിജിറ്റൽ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നീ മേഖലകളിൽ പരസ്പരം സഹകരിക്കാൻ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയായിരിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി G20 ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എത്യോപ്യയുടെ പൊതുകടം പുനഃക്രമീകരിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യ ഒപ്പിട്ടിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ 3 ധാരണാപത്രങ്ങളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. എത്യോപ്യ അവരുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ പല രാഷ്ട്രങ്ങളുടെയും പരമോന്നത ബഹുമതി സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിൽ ഒന്നുകൂടി, ഒരു പുരസ്കാരം കൂടി അതിനൊപ്പം കിട്ടുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പുരസ്കാരം 140 കോടി ഇന്ത്യക്കാർക്കും സമർപ്പിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രി ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി എത്യോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സെഷനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. എത്യോപ്യ സിംഹങ്ങളുടെ നാടെന്നാണ് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. അവിടെ നിൽക്കുമ്പോൾ തനിക്ക് തന്റെ നാടായ ഗുജറാത്തിനെ ഓർമ്മ വരുന്നു എന്ന കാര്യം പ്രധാനമന്ത്രി അവിടെ പറയുന്നു. ഗുജറാത്തും സിംഹങ്ങളുടെ നാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഗുജറാത്തിനെ അവിടെ, തന്റെ നാടിനെ അവിടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നത്. ജനാധിപത്യത്തിലേക്കുള്ള എത്യോപ്യയുടെ യാത്രയെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുന്ന സാഹചര്യമുണ്ടായി. 1941 എത്യോപ്യയുടെ ലിബറേഷൻ മൂവ്മെന്റിൽ ഇന്ത്യയിൽ നിന്നുള്ള പോരാളികളുടെ പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഇന്ത്യൻ കമ്പനികൾ എത്യോപ്യയിൽ $5 ബില്യൺ നിക്ഷേപമാണ് നടത്തിയിട്ടുള്ളതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത് എത്യോപ്യയിൽ ഏതാണ്ട് 75,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകത്തെ ഏറ്റവും പഴയ മാനവികത എത്യോപ്യയിലേതാണ് എന്നതാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത്. ചരിത്രാതീത കാലം മുതൽ ഇന്ത്യയും എത്യോപ്യയും സഹകരിച്ചിരുന്നതായും പ്രധാനമന്ത്രി അവിടെ ചൂണ്ടിക്കാട്ടി. በሁለቱ ምክር ቤቶች ጽህፈት ቤት ምልዓተ ጉባኤ መሟላቱ ተረጋግጧል። በዛሬው ዕለት የጋራ ስብሰባ የሚያደርጉትን ഇരു രാജ്യങ്ങളും പരസ്പരം പഠിക്കാനുണ്ട് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. 2011 ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്യോപ്യ സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകത കൂടി മോദിയുടെ ഈ സന്ദർശനത്തിന് ഉണ്ട്. അപ്പോ ഈ എത്യോപ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ദ്വിദിന സന്ദർശനത്തിനായി ഒമാനിലേക്ക് തിരിക്കുന്നുണ്ട്. And my dear sisters and brothers of Ethiopia, it is a moment of a great privilege for me to stand before you today. It is wonderful to be here in Ethiopia, the land of lions. I feel very much at home because my home state Gujarat in India is also home to lions. I'm honored to be here in this temple of democracy, in the heart of a nation with ancient wisdom and modern aspirations. And I come to you with deep respect for your parliament, your people, and your democratic journey. On behalf of the 1.4 billion people of India, I bring greetings of friendship. അപ്പോൾ ജോർദാൻ, എത്യോപ്യ, അതിനുശേഷം അടുത്ത സന്ദർശനത്തിനായി ഒമാനിലേക്ക് തിരിക്കുകയാണ് പ്രധാനമന്ത്രി. സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ
ഒമാൻ സന്ദർശനത്തിൽ തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ തീരുമാനം. ഒമാനിലെ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ചെയ്യും. വാണിജ്യ കരാറുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്കും എത്തും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ത്രിരാഷ്ട്ര സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രിയുടേത്. ആ ത്രിരാഷ്ട്ര സന്ദർശനത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒപ്പം ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള പല ഉഭയകക്ഷി കരാറുകളിലും ഏർപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി ഒമാനിലേക്കാണ്. ഒമാനിൽ പ്രതീക്ഷിക്കുന്ന ഈ വാണിജ്യ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിൽ മുന്നോട്ട് പോക്ക് എത്രമാത്രം ഉണ്ടാകുന്നു എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫോക്കസ് വാർത്തകളിൽ നിന്ന് നമ്മൾ സായന്ന സവാരിയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓരോ നാടും നഗരവും ഒക്കെ ആ തെരഞ്ഞെടുപ്പ് തിരക്കുകളിലും മറ്റുമൊക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സായന്ന സവാരി എവിടേക്കാണ് എന്നത് നോക്കാം. സായന്ന സവാരി അപ്പോൾ തെരഞ്ഞെടുപ്പ് തിരക്കുകളൊക്കെ ഒഴിഞ്ഞ യാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന, ഇനിയിപ്പോൾ ക്രിസ്മസ് അവധിയൊക്കെ വരികയാണ്, പലരും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമായിരിക്കും. പക്ഷേ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ ഉത്തര കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഒരു പ്രത്യേക ഇടമുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. നമുക്കറിയാം, ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ വൈകുന്നേര സമയം ചെലവഴിക്കാൻ പറ്റുന്നത് മനസ്സിന് ഭയങ്കര സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണല്ലോ. ഭയങ്കര പീസായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം അത് സൃഷ്ടിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്തേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. അങ്ങനെ സാംസ്കാരിക ഭൂപടത്തിൽ തന്നെ അടയാളപ്പെട്ട കണ്ണൂരിലെ ഒരു ഇടത്തേക്കാണ്. തെയ്യങ്ങളുടെയും തിറകളുടെയും വീരഗാഥകളുടെയും ഒക്കെ മണ്ണാണ് കണ്ണൂർ എന്നത് നമുക്കറിയാം. കാലത്തിന്റെ കുത്തൊഴുക്കുകളെ അതിജീവിച്ചുകൊണ്ട് അവിടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു സങ്കേതം കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത ക്ഷേത്രം. മലബാറിന്റെ തന്നെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കേവലം ഒരു ആരാധനാലയമല്ല, അതിലുപരിയായി നൂറ്റാണ്ടുകളുടെ ചരിത്രവും സങ്കീർണമായ ആചാരങ്ങളും ഒപ്പം മതസൗഹാർദ്ദവും ഒക്കെ ഇഴചേർന്ന ഒരു സാംസ്കാരിക വിസ്മയം എന്ന് തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തെ പറയാം. അവിടേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ചാത്തക്കുടം ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പരിശോധിക്കുമ്പോൾ അത് കേവലം ഒരു വിശ്വാസകഥ മാത്രമല്ല, മറിച്ച് അക്കാലത്തെ സാമൂഹിക അധികാര വടംവലികളുടെ ചരിത്രം കൂടിയാണ്. പെരുവനം ഗ്രാമത്തിലെ പ്രബല കുടുംബങ്ങളായിരുന്ന ദേശമംഗലം അവണാവ് മനക്കാരും ചിറ്റൂർ അവണാവ് മനക്കാരും തമ്മിലുള്ള തർക്കം മൂലം ഒരു വിഭാഗത്തിന് തിരുവള്ളക്കാവ് ശാസ്താവിനെ കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ചാത്തൻ എന്ന വ്യക്തിയുടെ സഹായത്തോടെ തിരുവള്ളക്കാവ് ശാസ്താവിനെ ഒരു കുടത്തിൽ ആവാഹിച്ച് നിശബ്ദമായി കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചുവെന്നാണ് വിശ്വാസം. ചാത്തൻ കൊണ്ടുവന്ന കുടം എന്നതിൽ നിന്നാണ് ചാത്തക്കുടം എന്ന പേരുണ്ടായതത്രേ. ഇന്നും പെരുവനം പൂരത്തിന്റെ ഭാഗമായ ഗ്രാമബലി ചടങ്ങിൽ ചാത്തക്കുടം ശാസ്താവും തിരുവള്ളക്കാവ് ശാസ്താവും ഒരേ ആനപ്പുറത്ത് എഴുന്നള്ളുന്നത് ഈ ഐതിഹ്യത്തിന്റെ മനോഹരമായ തുടർച്ചയാണ്. നിശബ്ദതയുടെ പ്രാധാന്യം വിളിച്ചോതി മണികൾ മുഴക്കാതെ ഈ യാത്ര ഇന്നും ഒരാചാരമായി നിലനിൽക്കുന്നു. ചാത്തക്കുടം ശാസ്താവ് ഭക്തർക്കിടയിൽ അറിയപ്പെടുന്നത് വാതരോഗ നിവാരണ മൂർത്തി എന്ന നിലയിലാണ്. വൈദ്യശാസ്ത്രം പോലും കൈവിട്ട പലർക്കും ശാസ്താവിന്റെ അനുഗ്രഹം ആശ്വാസമായി എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. എല്ലാ മലയാള മാസവും 30 ശനിയാഴ്ചകളിൽ നടക്കുന്ന എണ്ണയാട്ടം വഴിപാട് ഇവിടെ അതീവ വിശേഷമാണ്. നിർമ്മാല്യ ദർശനത്തിന് ശേഷം ഭഗവാന് ആടിയ എണ്ണ സേവിക്കുന്നതും ലേപനം ചെയ്യുന്നതും രോഗശമനത്തിന് ഉത്തമമാണെന്നും കരുതപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ഗാംഭീര്യമുള്ള ആനപ്പള്ള ചുറ്റുമതിൽ പോലും ഒരു അത്ഭുത രോഗശാന്തിയുടെ കഥ പറയുന്നു. ഭജനമിരുന്ന ഒരു ഭക്തനെ പുലി പിടിക്കാൻ വരുന്നു എന്ന് തോന്നിപ്പിക്കുകയും ഭയന്നോടിയ ഭക്തന്റെ വാതരോഗം മാറുകയും ചെയ്തപ്പോൾ അദ്ദേഹം നന്ദി സൂചകമായി നിർമ്മിച്ചതാണത്രേ ഈ പടുകൂറ്റൻ മതിൽ. സാധാരണ ശാസ്താ ക്ഷേത്രങ്ങൾ പടിഞ്ഞാറ് ദർശനമായി കാണപ്പെടുമ്പോൾ ചാത്തക്കുടം ക്ഷേത്രം കിഴക്കോട്ട് ദർശനമുള്ള അപൂർവ പ്രതിഷ്ഠയാണ്. മഹാഗുരു വിശ്വാമിത്ര മഹർഷിയുടെ സങ്കല്പത്തിലാണ് ഇവിടുത്തെ ആരാധന. കാര്യസിദ്ധിക്കായി ഭക്തർ നാണയം സമർപ്പിക്കുന്ന ക്ഷേത്രത്തിലെ മരത്തൂൺ ഭണ്ഡാരം മറ്റൊരു സവിശേഷതയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൈതൃക പൂരമായ പെരുവനം ആറാട്ടുപുഴ പൂരത്തിൽ ചാത്തക്കുടം ശാസ്താവിന് ആചാര്യസ്ഥാനമാണ്. ഏകദേശം 140 കിലോമീറ്ററോളം ദൂരം ആനപ്പുറത്ത് ഗ്രാമവീഥികളിലൂടെ ഭഗവാൻ സഞ്ചരിക്കുന്നു. പിടിക്കപ്പറമ്പ് ആനയോട്ടവും ആറാട്ടുപുഴ ശാസ്താവുമായുള്ള ഒത്തുചേരലുകളും ചരിത്രപരമായ പ്രാധാന്യമുള്ളവയാണ്.
ചാത്തക്കുടം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം അങ്ങനെ വെറുമൊരു തീർത്ഥാടന കേന്ദ്രമല്ല, മറിച്ച് കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ജീവിക്കുന്ന സ്മാരകമാണ്. ആധുനികതയുടെ തിരക്കുകൾക്കിടയിലും പവിത്രമായ ആചാരങ്ങളും വിശ്വാസങ്ങളും കൈവിടാതെ സൂക്ഷിക്കുന്ന ഈ പുണ്യസങ്കേതം കാണാനും ആ സംസ്കാരം അടുത്തറിയാനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ എവിടെ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അല്ലേ? തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ചില ക്ഷേത്രങ്ങൾ നമ്മൾ പോകുമ്പോൾ അതിന് നമ്മളെ സംസ്കാരം എന്തായിരുന്നു എന്ന് പറയാനും പരിചയപ്പെടാനും ഒക്കെ പറ്റുന്ന ഇടങ്ങളായി അത് മാറുന്നുണ്ട്. മാത്രമല്ല മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടുന്ന ഇടങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ വൈകുന്നേരങ്ങൾ ചെലവഴിക്കുന്നത് ഇഷ്ടപ്പെടുന്ന കുറേയധികം ആളുകൾ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാകും. അവർക്ക് പോകാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രം എന്ന നിലയിലാണ് ആ ക്ഷേത്രത്തെ നമ്മൾ പരിചയപ്പെടുത്തിയത്. എന്തായാലും ഇന്നത്തെ നമ്മളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകളും വിവരങ്ങളും ഒക്കെയായിട്ട് നമുക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് വൈകുന്നേരത്തിൽ കാണാം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി.